ഉണ്ടോ, ഭയങ്കര ആംബിയൻസാണ് കേട്ടോ. ഇത് പത്തിരി ആ കാണുന്ന താരിക്കും കൊടും കാടിനകത്ത് ഒരു ബ്രിട്ടീഷ് ബാംഗ്ലോ, തല, കൊമ്പ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഏരിയയിൽ ആ കോട ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൂടെ എല്ലാം വന്ന് മൂടും. വരുവാണ് വ്യൂ പോയിന്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടില്ലേ ഒരു ഫാമിലി ട്രിപ്പ് കൊണ്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഫാമിലി ട്രിപ്പ് മാത്രമല്ല, നമ്മളൊരു കൊടും കാട്ടിലേക്കാണ് പോകുന്നത്. നെല്ലിയാമ്പതി, നമ്മളൊരു 10-36 കിലോമീറ്റർ കാട്ടിനകത്തൂടെ സഞ്ചരിച്ച് അപ്പം ആ കാട്ടിനകത്തുള്ള ഒരു നെല്ലിയാമ്പതിയിലുള്ള ഒരു റിസോർട്ടിലാണ്. മിസ്റ്റി വാലി എന്ന് പറഞ്ഞ റിസോർട്ട് പലർക്കും അറിയാവുന്നതായിരിക്കും. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റിസോർട്ടാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇന്ന് ഫാമിലി ആയിട്ട്. അവിടെ നിന്നാണ് വീഡിയോ. അപ്പം ഒരു വൈൽഡ് ലൈഫ് പ്ലസ് ഫാമിലി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് റിസോർട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ വണ്ടി കൊണ്ട് പോകാൻ പറ്റത്തില്ല. അത് ഇവിടെ കൊണ്ടുവന്നിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു 10-15 കിലോമീറ്ററോളം ഓഫ് റോഡാണ് പോകുന്നത്. ഈ ജീപ്പിലാണ് പോകുന്നത്. വണ്ടി സേഫായിട്ട് ഇവിടുത്തെ നെല്ലിയാമ്പതി ടൗണിൽ പുലിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ വില്ലേജ് ഓഫീസാണ് അല്ലേ ഇത്. അപ്പം വില്ലേജ് ഓഫീസിൽ വണ്ടി കൊണ്ടുപോയി ഇതിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിനി ഓഫ് റോഡിന് ഒരു 15 കിലോമീറ്റർ കാട്ടിക്കൂടിയാണല്ലേ മൊത്തം 14 കിലോമീറ്റർ. നമ്മൾ ഓഫ് റോഡ് ജീപ്പിന് കയറി റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്കുള്ള ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ്. ശരിക്കും നമ്മൾ നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രെക്കിംഗ് ഉണ്ട്, സഫാരി, ജീപ്പ് സഫാരി കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സെയിം റൂട്ട് തന്നെയാണ്. അവിടുത്തെ ആദ്യത്തെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ഉണ്ടോ, കോട കയറി പോകുന്ന കാഴ്ച ഉണ്ടോ. കണ്ടോ. അപ്പോൾ നമ്മൾ മിസ്റ്റി വാലി റിസോർട്ടിലോട്ടുള്ള ഓഫ് റോഡിനിടയ്ക്ക് രണ്ടാമത്തെ വ്യൂ പോയിന്റിൽ ആ ഭാഗത്തായിട്ടാണ് വ്യൂ പോയിന്റ് ഉള്ളത്. അപ്പോൾ അവിടെ വണ്ടി നിർത്തിയിട്ട് ഒരു കുറച്ച് സൈഡിൽ കൂടെ കയറി ഇവിടെ ഒരു പാറ വന്നിരുന്ന ഫുഡ് കഴിക്കുകയാണ്. നമ്മൾ ഉച്ച കഴിഞ്ഞാണ് റിസോർട്ടിൽ ചെക്കിൻ, അതുകൊണ്ട് ഫുഡ് നമ്മൾ മേടിച്ചുകൊണ്ട് പോന്നു. നമ്മൾ ആ നെല്ലിയാമ്പതി അവിടുന്ന് തന്നെ, ആ ടൗണിൽ നിന്ന് തന്നെ മേടിച്ചില്ലെങ്കിൽ നമുക്ക് അവിടെ വേണ്ട സാധനങ്ങളൊന്നും കിട്ടത്തില്ല. കാരണം ആ ടൗൺ കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നുമില്ല കേട്ടോ, ഫുള്ള് കാട് തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ച് കാടിന് നടുക്ക് വെച്ചാണ് കേട്ടോ. എന്നാ ആംബിയൻസ് നോക്കി, എന്നാ സ്ഥലം നോക്കി. ഇവിടുത്തെ സെക്കൻഡ് വ്യൂ പോയിന്റിൽ കൊണ്ടുപോയിട്ട് വണ്ടി നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് അതെ നമ്മുടെ ജീപ്പ് ഇട്ടേക്കുന്നുണ്ടോ അങ്ങോട്ടേക്ക് വരുവാണ്. വ്യൂ പോയിന്റ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. വ്യൂ പോയിന്റ് കാണിച്ചില്ല, നമ്മൾ നിർത്തിയപാടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങുമായിരുന്നു, ലേറ്റ് ആയിരുന്നു. ഇതാണ് കേട്ടോ നമ്മുടെ സെക്കൻഡ് വ്യൂ പോയിന്റ്. ഒരുപാട് ഏരിയ ഉണ്ട്. നമ്മളിപ്പോൾ കയറുമ്പോൾ മഞ്ഞ് കയറി പോയതാണ് ഇവിടെയൊക്കെ. ഇപ്പോൾ നല്ല വെയിലായി, വീണ്ടും മഞ്ഞ് കയറി വരുന്നുണ്ടോ. ആ കോട ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൂടെ എല്ലാം വന്ന് മൂടും. പെട്ടെന്ന് വന്ന് കോട വന്ന് കയറിപ്പോവും, പിന്നെ ഒരു വെയിൽ വരും, പിന്നെയും കോട, അങ്ങനെ മാറി 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 വരും. കിടിലം വ്യൂ പോയിൻ്റാണ്. കാടിന് നടുക്ക് ചുറ്റും കാടും മലകളും. നമ്മൾ പോകുന്ന വഴിക്ക് വഴിയുടെ സൈഡിൽ തന്നെ മ്ലാവിനെ ഇതുപോലെ പുലി പിടിച്ചിട്ട് ഇതുണ്ടോ, മ്ലാവിൻ്റെ ഒരു കാലാണ് കിടക്കുന്നത്. അധികം പഴക്കമൊന്നുമില്ല, ഇതുണ്ടല്ലേ, ചീഞ്ഞ് അഴുകിയൊക്കെ വരുന്നേ ഉള്ളൂ. കണ്ടോ, ഒരാഴ്ച പഴക്കമേ ഉള്ളൂ. കണ്ടോ, ഇതാണ് നമ്മൾ പോകുന്ന വഴി. എന്നുണ്ടോ, അത് ആ കാല് കിടക്കുന്നത് ഇത് ഇവിടെ തന്നെ. ഇതുണ്ടോ കാല് കിടക്കണേ, ഇത് കണ്ടോ, അതിൻ്റെ അസ്ഥികൂടമൊക്കെ കിടക്കുന്നുണ്ടോ, തല, കൊമ്പ്. അപ്പോൾ ഇവിടെ അപ്പോൾ ഈ ഏരിയയിൽ സ്ഥിരമായിട്ട് പിടിക്കുന്നതല്ലേ. ഉണ്ടോ കാട്ടുപോത്തിൻ്റെ കൊമ്പ്. ഇവിടെ എല്ലാം കാട്ടുപോത്തിൻ്റെ കൊമ്പും അതുപോലെ ഇതുപോലെ മൃഗങ്ങളുടെ അവശേഷങ്ങളൊക്കെ കിടപ്പുണ്ട്. പുലി ഒക്കെ പിടിച്ചിട്ട് കൊന്നിട്ട് ഇട്ടേക്കുന്നതാണ്. ഇത് ജസ്റ്റ് ഒരാഴ്ച പഴക്കമുള്ളൂ അല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. അപ്പം ഇവിടെ പുലിയൊക്കെ ഇഷ്ടം പോലെയുള്ള സ്ഥലമാണ്. നമ്മൾ പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ആനയെ കണ്ടിട്ട് നിർത്തുകയാണേ. ഉണ്ടോ, ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ജീപ്പിന് ഇറങ്ങി പോകുമ്പോൾ സൈഡിലൊരു പാറ പോലെ കണ്ടുകൊണ്ട് ചേട്ടനോട് നിർത്താൻ പറഞ്ഞതാണ്. ആന തന്നെയായിരുന്നു ഏതായാലും.
ഓ, അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രെക്കിങ്ങിനൊന്നും പോകേണ്ടി വന്നില്ല. പോരുന്ന വഴിക്ക് തന്നെ നമുക്ക് സംഭവം കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കിലോമീറ്റർ കാട്ടിനുള്ളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാ മൃഗങ്ങളെയും കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതൊരു ഉച്ച തിരിഞ്ഞ സമയം ആയതുകൊണ്ട് അത്ര സൈറ്റിങ്ങിന് ചാൻസ് ഇല്ലായിരുന്നു. എന്നാലും നമ്മുടെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ്. ഹലോ, ഉണ്ടോ, കാടിനകത്ത്, ശരിക്കും കൊടും കാടിനകത്ത് ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ്. അപ്പം അതാണ് മിസ്റ്റി വാലി റിസോർട്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇവർക്ക് വേറെയും കുറച്ചുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കിലോമീറ്റർ ദൂരെയായിട്ട് താഴെയായിട്ട് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഇവരുടെ റെഡ് ഹൗസ്, വൈറ്റ് ഹൗസ്, പിന്നെ വേറെ ഏതോ ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു 3-4 ബിൽഡിങ് അവിടെ വേറെയുണ്ട്. ഇതിനകത്ത് ഒരുപാട് റൂമുണ്ട് കേട്ടോ. അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഉണ്ട് വലിയൊരു ഹാൾ. പക്ഷേ സിറ്റ് ഔട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ. പിന്നെ ഇതിനകത്തേക്ക് കുറേ റൂമുകൾ ഉണ്ടോ. ഇവിടെയാണ് നമ്മുടെ റൂം. അങ്ങോട്ടേക്കും ഉണ്ടെന്നൊക്കെയോ. അങ്ങോട്ടേക്കോ റൂമാണോ? കിച്ചണാണ് അങ്ങോട്ട്. അത് കുഴപ്പമില്ല, ഞാൻ കണ്ടോളാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ഉണ്ടോ, വലിയ റൂമാണ്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടംപോലെ സ്പേസും ഉണ്ട് റൂമിൽ. ചേർന്നിടത്ത് തന്നെയാണ് ഇപ്പം നമ്മൾക്ക് കിട്ടിയേക്കുന്ന റൂം. ബാക്കി 1-2 റൂമൊക്കെ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. തൊട്ട് പുറത്തേക്ക്, ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ വേറെ നല്ല കാടാണ് കേട്ടോ. ഇതുണ്ടോ, അതുപോലെ ഇവിടെ ഒരു വലിയ സ്പേസ് ഉണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു ഡൈനിങ് അല്ലെങ്കിൽ കിച്ചൺ ഏരിയ പോലെയാണ്. റൂമിനകത്ത് തന്നെ, കിച്ചൺ അല്ല കേട്ടോ, ഒരു വലിയ ഏരിയ. ഇപ്പം എന്താ പറയുക, ഒരു വലിയ സ്പേസ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് തുറക്കുന്നത് ബാത്റൂം. ഇവിടെ ഒരു ചെറിയ സ്പേസ് വീണ്ടും ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ബാത്റൂം. ശരിക്കും ഒരു ഒത്തിരി പഴയ ടൈപ്പ് ഒരു ബാത്റൂം. അതുപോലെ കണ്ടോ, ഇവിടെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ബാത്റൂമിൽ ഇഷ്ടംപോലെ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട്. ലൈറ്റ് ഇടാതെ തന്നെ പകൽ വെട്ടം കിട്ടും ബാത്റൂമിൽ. ഈ സൈഡിൽ കാട്. ഈ ഭാഗത്തോട്ട് പോകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊടും കാടാണ് അങ്ങോട്ടേക്ക്. കാട്ടുപോത്തും ആനയും കരടി അങ്ങനെയുള്ള മൃഗങ്ങൾ ഇവിടെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. നോക്കാം നമുക്ക് രാത്രിയിൽ ഇവിടെ വല്ല നമുക്ക് കിട്ടുമെന്ന്. അപ്പം ഇവിടെ ശരിക്കും ഇപ്പം നിലവിൽ കറണ്ട് ഇല്ല. സോളാറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ജനറേറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. അപ്പോൾ ഒരുപാട് ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യത്തിനുള്ള ലൈറ്റും അത്യാവശ്യം പ്ലഗും. ഈ പ്ലഗിൽ വേറെ സാധനമുള്ള ഹീറ്ററോ അങ്ങനെയുള്ള പവറായിട്ടുള്ള പവർ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങൾ ഒന്നും കുത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? മണി അല്ലേ? ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഇതിൻ്റെ പേര് എസ്റ്റേറ്റ് ബംഗ്ലാവ്, ഹെറിറ്റേജ് ബംഗ്ലാവ്. ഓക്കെ, മിസ്റ്റി വാലിയുടെ ഹെറിറ്റേജ് ബംഗ്ലാവ് അല്ലേ? അപ്പോൾ താഴെ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഇവിടെ കുറച്ച് ഇതുണ്ടോ, ഡോർമെറ്ററി അല്ലേ? എത്ര പേർക്കുള്ള സൗകര്യം ഉണ്ട് അവിടെ? 25 പേർക്കുണ്ടല്ലേ? ഓ ശരി. പിന്നെ താഴെയുള്ള 3 എണ്ണം കൂടി ഉണ്ടല്ലേ? ഗ്രീൻ ഹൗസ്, വൈറ്റ് ഹൗസ്, റെഡ് ഹൗസ്, കരടി ബംഗ്ലാവ്, പുതിയ ബംഗ്ലാവ്. ഗ്രീൻ ഹൗസ്, വൈറ്റ് ഹൗസ്, റെഡ് ഹൗസ്, കരടി ബംഗ്ലാവ്. ഓക്കെ, കരടി ബംഗ്ലാവ് ആണ് 8-10 പേർക്ക്, 12 പേർക്ക് അല്ലേ? 12 പേർക്ക് അറ്റ് എ ടൈം താമസിക്കാൻ പറ്റുന്നത്. കൂടുതലും ബാച്ചിലേഴ്സ് എടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഫാമിലി എടുക്കും. അത്രയും പേരുണ്ടെങ്കിൽ ഫാമിലി എടുക്കും. ഒരുമിച്ച് കൊടുക്കുള്ളൂ അല്ലേ? അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? അത് 2000 പെർ ഹെഡ്. പിന്നെ മറ്റേ പുതിയ ബംഗ്ലാവ് എന്ന് പറഞ്ഞ എന്താ സംഭവം? അതും ഇതുപോലെ തന്നെ പഴയൊരു ബംഗ്ലാവ്. അത് അതിനകത്ത് എത്ര റൂമുണ്ട്? 6 റൂം. ഇവിടെ 6 റൂമുള്ളത്? 5 റൂം. ഓക്കെ. ഇതെന്നാ ഈ സ്പേസ് വെറുതെ ഹോള് പോലെ അല്ലേ? അപ്പൊ ഇതിനകത്ത് പിന്നെ എന്നാ ഇവിടെ ഈ 6 റൂമിൽ ഇത് 3 റൂം, 4 റൂം അല്ലേ? ഓക്കെ. ഓ ശരി. അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന സായിപ്പ് യൂസ് ചെയ്തേക്കുന്ന റൂമായിരുന്നു കേട്ടോ. മാസ്റ്റർ ബെഡ്റൂമാണ് കിട്ടിയേക്കുന്നത് പറഞ്ഞത്, ബംഗ്ലാവിലെ ഏറ്റവും വലിയ റൂം. ഇതെന്നാ സംഭവം? പിയാനോ റൂം അല്ലേ? ഓ അടിപൊളി. നമ്മുടെ റൂമിൻ്റെ പോലെ എക്സ്ട്രാ സ്പേസ് ഒന്നുമില്ല, പക്ഷെ ഒരു അടിപൊളി നല്ല ആംബിയൻസ് ഉള്ള റൂം. ഇത് ഇന്ന് ബുക്കിംഗ് ഇല്ല ഇതിന്? ഒരു ഫാമിലി ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ വരുമ്പോൾ അവർക്ക് കൊടുക്കും അല്ലേ? ഇതിന് അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല പിയാനോ റൂമിന്. അതുകൊണ്ട് തന്നെ 2 ഫാമിലി ഒരുമിച്ച് വന്നാലേ ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് അവിടെ ഒരു വലിയ ഡൈനിങ് റൂമുണ്ട്. ഇത് പണ്ടത്തെ കാലത്തെ ചെയറൊക്കെ തന്നെയാണോ? ആണല്ലേ? ശരി. ഇതുകൊണ്ട് ടേബിളും ചെയറൊക്കെ പഴയത് തന്നെയാണ്. ഹെറിറ്റേജ് ബംഗ്ലാവ് എന്ന് പേര് വെറുതെ അല്ല, അതെല്ലാം അതേപടി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കണ്ണടി എല്ലാം പഴയത് തന്നെയാണല്ലേ? ഇതുണ്ടോ ഫോട്ടോ? ഓ ഇതിനകത്തുണ്ട് കേട്ടോ.
ഇതേ സായിപ്പിൻ്റെ ഒരു ഫോട്ടോ. ഇയാളായിരുന്നു ഈ വർഷം. ഇയാളെന്ന് പറഞ്ഞാൽ ഇച്ചിരി റെസ്പെക്റ്റ് കുറവായി കേട്ടോ. ഇദ്ദേഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ബംഗ്ലാവിൽ. കുറേ കാലം ഉണ്ടായിരുന്നോ? ഓ കല്ലറൊക്കെ ഇവിടെ തന്നെയാണ്. ഓ ശരി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉള്ള ടീ, സ്നാക്സ് അല്ലെങ്കിൽ ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇവിടെ ഈ പാക്കേജിലുള്ളതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ജീപ്പ് സഫാരി, നമ്മൾ ഇങ്ങോട്ട് വന്ന പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അല്ല, നൈറ്റിലൊരു നൈറ്റ് സഫാരി ഉണ്ട്, അതെല്ലാം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അത് നമ്മൾ വന്നപ്പോഴത്തേക്കും ചായയും സ്നാക്സും റെഡിയാണ്. കഴിച്ചു നോക്കിയേ. വൈകിട്ട് കാട്ടിനകത്ത് ഇതേ നമ്മുടെ റിസോർട്ടിൽ വന്നപ്പോഴത്തേക്കും ഇച്ചിരി വൈകി. 2 മണിക്കാണ് സാധാരണ ചെക്കിൻ ടൈം. നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു 4:30 ആയി. അതുകൊണ്ട് കറക്റ്റ് ചായയുടെ ടൈമാണ്. അത് നല്ല അടിപൊളി കട്ടൻ ചായ. കാട്ടിൽ വെച്ച് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നവരുടെ കാട്ടിൽ കയറിയ കട്ടൻ ചായ ഇവിടെ നമുക്കത് കിട്ടിയതായാലും കേട്ടോ. റൂമിനകത്തുനിന്ന് ഞാൻ റൂം കാണിച്ചു തന്ന കൂട്ടത്തിൽ പുറത്തേക്ക് കാണിച്ചു തന്നില്ലായിരുന്നോ, നമ്മുടെ ഡോർമിറ്ററി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടോ ഭയങ്കര ആംബിയൻസാണ് കേട്ടോ. ഇത് 10-25 പേർക്ക് താമസിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം വലിയ ഗ്യാങ്ങായിട്ടും ഇവിടെ വരാം. ഇതൊരു 450 ഏക്കർ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. 450 ഏക്കർ തെറ്റിപ്പോയതല്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ചായിരുന്നു. അപ്പോൾ 450 ഏക്കർ സ്ഥലത്തിലാണ് ഈ എസ്റ്റേറ്റ് ഉള്ളത്. ഈ എസ്റ്റേറ്റ് അല്ല, ഈ 450 ഏക്കർ സ്ഥലത്തിലാണ് ഈ റിസോർട്ട് ഉള്ളത്. ഇതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നല്ലോ, 3-4 ടൈപ്പ് കാറ്റഗറിയിലുള്ള സ്റ്റേ അവൈലബിൾ ആണ്. അതെല്ലാം കൂടെ 450 ഏക്കർ എസ്റ്റേറ്റ്. നേരത്തെ ഓറഞ്ച് ആയിരുന്നു, ഇപ്പോൾ അതങ്ങനെ കൃഷിയൊന്നും ഇല്ലാതെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഉണ്ടോ, നമ്മൾ റിസോർട്ടിലെത്തി. നമ്മൾ ടീ, സ്നാക്സൊക്കെ കഴിച്ചു. ഇങ്ങോട്ടേക്ക് ഞാൻ പ്രതീക്ഷിക്കാത്തതിലും ഭയങ്കര ആംബിയൻസ് കേട്ടോ, ഹെവി ആംബിയൻസ്. ഇതാണ് 25 പേർക്ക് താമസിക്കാൻ പറ്റുന്ന ഡോർമിറ്ററി എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് കാണിച്ചു തന്നില്ലേ. എന്നാ ഭംഗിയാന്ന് നോക്കിയേ. കാടിനടുക്ക് ഒരു വെള്ള കൊട്ടാരം. പൊളി കേട്ടോ, ഒന്നും പറയാനില്ല. ഈ കാണുന്ന മുഴുവൻ ഓറഞ്ച് മരങ്ങളാണ്. ഈ ചെറിയ കുറ്റിച്ചെടി പോലെ കാണുന്നതെല്ലാം ഓറഞ്ചാണ്. വിത്തലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓറഞ്ച് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇതങ്ങനെ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാതെ കിടക്കുന്ന ഒരു, അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, നശിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നോക്കാതെ കിടക്കുന്ന ഒരു എസ്റ്റേറ്റാണേ. അപ്പം അതിനകത്ത് നിറച്ചും ഓറഞ്ച്, കുറേ ഇടയ്ക്കൂടെയൊക്കെ പേരമരങ്ങൾ കാണാം. ഇതെല്ലാം പണ്ടത്തെ കൃഷിയായിരുന്നു. ഇപ്പോൾ അതൊന്നും ആരും നോക്കുന്നില്ല, ഇതിങ്ങനെ കിടക്കുകയാണ്. ഓറഞ്ച് കായ്ച്ചു കിടപ്പുണ്ട്. ഓറഞ്ചിൻ്റെ സീസൺ അല്ല എങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഓറഞ്ചിൻ്റെ സീസൺ എന്ന് പറയുന്നത്. ഇപ്പോഴേ ഓറഞ്ച് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അത് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണേ. ഇത് ആ ഭാഗത്ത് കാണുന്നത് ഉണ്ട്. ആ കാണുന്ന ടൗൺ പൊള്ളാച്ചിയാണെന്നാണ് പറഞ്ഞത്. അതിനകത്ത് കാണാമെന്നറിയില്ല. അതുകൊണ്ട് അങ്ങ് ദൂരെ ഒരു ടൗൺ കാണാം. ഇതുണ്ടോ, അത് പൊള്ളാച്ചി ടൗൺ ആണെന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എല്ലാം നിറച്ചും ഞാൻ പറഞ്ഞല്ലോ ഈ എസ്റ്റേറ്റ് ഇതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അതിനകത്ത് മുമ്പേ പറഞ്ഞത് കൂടാതെ കാപ്പിയുണ്ട് കേട്ടോ. കുങ്കിറ്റുവോ? കുങ്കിറ്റു സൈമൺ ഡാനിയൽ. സൈമൺ ഡാനിയൽ മലയാളമോ? കുങ്കിറ്റു തമിഴ് അല്ലേ? കുങ്കിറ്റു കുങ്കിറ്റു തമിഴ്. തമിഴ്. മറ്റേത് വിനീതിൻ്റെ പടം അല്ലേ? വിനീതിൻ്റെ പടം. ഓ ശരി. അതൊക്കെ ഈ ഡോർമെറ്ററി ഒക്കെയാണോ? ഇവിടെയാണോ അതോ മൊത്തം റിസോർട്ടിലാണ്? മൊത്തം റിസോർട്ടിൽ. ഓ അത് ശരി. ഓ ഇന്ന് 14 ഗസ്റ്റ് ഉണ്ടോ? അത് ശരി. ഇതാണ് ഡോർമെറ്ററി. ഇത് മൊത്തം എത്ര പേരാ? 25. 25. ഇന്ന് 14 ഉള്ളൂ. Corporate people can come and they can occupy. ഉണ്ടോ, ഇത് നമ്മുടെ മിസ്റ്റി വാലിയിലെ ഡോർമെറ്ററിയുടെ ഒരു സൈഡാണ്. ഇത് ഒരു സൈമൺ ഡാനിയൽ എന്ന് പറഞ്ഞൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ജസ്റ്റ് കഴിഞ്ഞുള്ളൂ. പ്രേത മൂവിയാണ്, അതിൻ്റെ സെറ്റ് ഇട്ടിരിക്കുന്നത് ഇതെല്ലാം. നമുക്ക് ശരിക്കും കയറുമ്പോൾ തന്നെ ഒരു പ്രേതാലയം പോലെ ഉണ്ട് കേട്ടോ. സെറ്റ് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ഇത് ഫുൾ ഇവർ സെറ്റ് ചെയ്തതാണോ അതോ ഇത് ജസ്റ്റ് ഈ ബിൽഡിംഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഓ ഇതെല്ലാം ഇത് മറച്ചെല്ലാം അവരാ. ഓ ഈ ഭിത്തിയൊക്കെ ഇവർ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ.
സെറ്റ് ഇട്ടതാ. ഒരു മാസത്തേക്ക് ബുക്ക് ചെയ്തെന്ന് പറഞ്ഞത് മൂവിക്ക് വേണ്ടിയിട്ട്, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് മൊത്തം. അപ്പോൾ ഈ ഒരു മാസത്തേക്ക് ബുക്കിംഗ് ക്ലോസ്ഡ് ആയിരുന്നോ? ആ ശരി. നേരം സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയി ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. ഇനി സന്ധ്യയായിട്ടും കാര്യമായ മഞ്ഞൊന്നുമില്ല, പക്ഷെ നല്ല തണുപ്പായിട്ടുണ്ട്. നോക്കി കാടിൻ്റെ ഒരു ആംബിയൻസ്. ശരിക്കും മഞ്ഞില്ലാത്തതുകൊണ്ട് തന്നെ നല്ല ക്ലിയറാണ്. വെട്ടം മങ്ങി വരുന്നു, പക്ഷേ എന്നിട്ടും മൊത്തം നോക്കി നല്ല രസം ഉണ്ടോ. സൺസെറ്റ് കംപ്ലീറ്റ് അങ്ങ് ആയിട്ടില്ല, അതുകൊണ്ട് ചെറിയ ലൈറ്റുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകുന്നേരത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗങ്ങളും പക്ഷികളും ഒക്കെ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നൊരു സമയമാണല്ലോ. ഫുള്ള് പക്ഷികളുടെ ആംബിയൻസ് ആണ് കാട്ടിലെ. സന്ധ്യ പോകുന്നതിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടോ കാട്ടിൽ. അപ്പോൾ ഈ മിസ്റ്റി വാലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും വരണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്ര ഹെവി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുകയാണേ, ഇവിടെ വന്നൊന്ന് താമസിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞു, പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. എനിക്ക് ഉള്ള ആംബിയൻസാണ്. മെല്ലെ ഇരുട്ടായി തുടങ്ങിയേ. ചീവീടിൻ്റെ സൗണ്ടും എനിക്ക് ഭയങ്കര ആംബിയൻസാണ്. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കാര്യമായ ഫെൻസിങ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ കുറച്ചും കൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ മുറ്റത്ത് തന്നെ മൃഗങ്ങളൊക്കെ വരുമെന്നാണ് പുള്ളി പറഞ്ഞത്. റിസ്ക് ഒന്നും ഉണ്ടാവാൻ വഴിയില്ല, കാരണം കുറേ കാലങ്ങളായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു റിസോർട്ടാണ്. അങ്ങനെ കേസോ അങ്ങനെയെങ്കിൽ അപകടമുള്ളതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ ഇവിടെ തീയും ബഹളവും ആളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് മുറ്റത്തോ അല്ല ഇതിനകത്തേക്കൊന്നും കയറി വരില്ല എന്ന് വിചാരിക്കുന്നു. നോക്കി എന്നാ രസമെന്ന് നോക്കി. അപ്പം ഇനിയിപ്പം അധികം താമസമില്ലാതെ നമ്മളെ ഇരുട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സഫാരിക്ക് കൊണ്ടുപോകും. ജീപ്പ് സഫാരിക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം നീളുന്ന സഫാരി. ഇവരുടെ ഞാൻ മുന്നേ പറഞ്ഞില്ല 400-450 ഏക്കറോളം ഉള്ള ഈ എസ്റ്റേറ്റിനകത്തോടെ തന്നെയാണ് സഫാരി. ഇതിന് ചുറ്റും കാടാണല്ലോ. അപ്പം ഈ എസ്റ്റേറ്റ് ഇപ്പം അങ്ങനെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ പണിയൊന്നും ഇല്ലാതെ കിടക്കുകയാണ്, കാട് പിടിച്ച് തന്നെ കിടക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്തുകൊണ്ട് ഇഷ്ടംപോലെ മൃഗങ്ങൾ. അപ്പം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ സഫാരി പോകുമ്പോൾ അതിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ തന്നെ ഹൈലൈറ്റ് ആയ നൈറ്റ് സഫാരിയും അതുപോലെ മോർണിംഗ് പ്ലാന്റേഷൻ വാക്കും ഒക്കെ ആയിട്ട് നമ്മൾ പാർട്ട് 2 വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റേ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവിടുത്തെ കോൺടാക്ട് നമ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ അത് ചെക്ക് ചെയ്യുക. അപ്പം നമ്മളിതുപോലത്തെ ഒരുപാട് വീഡിയോസ്, അതായത് ഫോറസ്റ്റ് നടുക്കുള്ള സ്റ്റേ, വൈൽഡ് ലൈഫ് ട്രെക്കിംഗ്, ഫാമിലി ട്രിപ്പ്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ചാനലിൽ ഓൾറെഡി ഉണ്ട്. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഒരുപാട് വരാനുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 ഒക്കെ മിസ്സാവാതെ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.